മിഡിൽ ഈസ്റ്റ് വീണ്ടും യുദ്ധത്തിന്റെ വക്കിലോ? ഇറാനെതിരെ പുതിയ സൈനിക നീക്കം ആസൂത്രണം ചെയ്ത് അമേരിക്ക. സംഘർഷം കൂടുതൽ രൂക്ഷമാകുമെന്ന സൂചനകൾ പുറത്തുവരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നിൽ ഇറാനെതിരായ 3 പദ്ധതികൾ, അതായത് സൈനിക പദ്ധതികൾ അവതരിപ്പിച്ചതായി തന്നെ US സൈന്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. ചർച്ചകൾ നിലച്ചതും പശ്ചിമേഷ്യൻ സംഘർഷം ഉയർന്ന പശ്ചാത്തലത്തിൽ നിർണായക നീക്കങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. US സെൻട്രൽ കമാൻഡ് തലവൻ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ ആകട്ടെ ഇത് സംബന്ധിച്ച് വിശദമായ ഒരു ബ്രീഫിംഗ് നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ പദ്ധതിയായി തന്നെ എടുത്തു പറയുന്നത് ഹ്രസ്വമായ അല്ലെങ്കിൽ പോലും അതിശക്തമായ വ്യോമാക്രമണം, ഇറാന്റെ ഊർജ നിലയങ്ങൾ, പാലങ്ങൾ, നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സമ്പൂർണമായ ആക്രമണമാണ് ആദ്യത്തെ പദ്ധതി. ഇതിലൂടെ തന്നെ ഇറാനെ വീണ്ടും അവിടെ വലിയ രീതിയിൽ മോശമായൊരു നിലയിലേക്ക് കൊണ്ടുവരാനാണ്, മാത്രമല്ല ആണവ വിഷയത്തിൽ ഇളവ് നേടുകയുമാണ് യുഎസിന്റെ ലക്ഷ്യമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം രണ്ടാമത്തെ പദ്ധതിയായി തന്നെ ആഗോള എണ്ണ വിതരണത്തിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കുന്ന ഹോർമൂസ് കടലിടുക്ക് നിയന്ത്രണം ഏറ്റെടുക്കാൻ തന്നെ ഇവിടെ ഒരുങ്ങുകയാണ്. കരസേന അടക്കമുള്ള സൈനിക വിന്യാസത്തോടെ തന്നെ വലിയ നീക്കത്തിനാണ് അമേരിക്ക തയ്യാറെടുക്കുന്നത് എന്ന സൂചനയാണ് പുറത്തു വരുന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ, പാലങ്ങൾ, മറ്റ് പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള ഈ ആക്രമണത്തിലൂടെ തന്നെ ഇറാന്റെ ഏറ്റവും മോശമായ രീതിയിലേക്ക് ഇവിടെ എടുത്തു വെക്കുകയും വലിയ രീതിയിൽ ആണവ വിഷയങ്ങളടക്കം ചർച്ച ചെയ്തുകൊണ്ട് ഇറാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തി വരുന്നത്. ആഗോള എണ്ണ വിതരണത്തിന്റെ നിർണായക പാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം അത് പൂർണ്ണമായും തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. കരസേനയെ ഉൾപ്പെടെ തന്നെ വിന്യസിപ്പിച്ചുകൊണ്ടുള്ള ഈ നീക്കത്തിനാണ് അമേരിക്കൻ സൈന്യം ഇപ്പോൾ പദ്ധതിയിടുന്നത്. ആണവ ശേഖരം പിടിച്ചെടുക്കുവാനുള്ള കമാൻഡോ ഓപ്പറേഷൻ US സൈന്യം തയ്യാറാക്കിയിരിക്കുന്നതായി തന്നെയാണ് മൂന്നാമത്തെ പദ്ധതിയായി പറയപ്പെടുന്നത്. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയ ശേഖരം സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ടുള്ള രഹസ്യ നിയമമാണ് ഇതെന്നതാണ് US സൈന്യം ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ പദ്ധതിക്ക് പുറമെ തന്നെ ഇറാന്റെ ഉൾപ്രദേശങ്ങളിലെ മിസൈൽ ലോഞ്ചറുകളെ തകർക്കാൻ ശേഷിയുള്ള അമേരിക്കയുടെ ഏറ്റവും പുതിയ ഹൈപ്പർസോണിക് മിസൈൽ സംവിധാനമായ ഡാർക്ക് ഈഗിൾ അത് മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കാൻ സെൻട്രൽ കമാൻഡ് അനുമതി തേടിയിട്ടുണ്ട്. അതേസമയം ഇറാനുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ നീട്ടാനുള്ള ട്രംപിന്റെ തീരുമാനത്തെ പുടിൻ സ്വാഗതം ചെയ്യുകയും അത് മേഖലയിലെ സ്ഥിരതയ്ക്ക് സഹായകരമാകുമെന്ന പ്രത്യാശ പ്രകടിപ്പിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ സമാധാനം ഉറപ്പാക്കാനുള്ള എല്ലാ നയതന്ത്ര ശ്രമങ്ങൾക്കും റഷ്യയുടെ പിന്തുണ ഉണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം 5ാം വർഷത്തിലേക്ക് കടന്ന യുക്രൈനിൽ യുദ്ധത്തിലെ നിലവിലെ സാഹചര്യങ്ങളും കൂടുതൽ ചർച്ചയായിരിക്കുകയാണ്. യുദ്ധഭൂമിയിൽ റഷ്യ തന്ത്രപ്രധാനമായ മുന്നേറ്റം തുടരുകയാണ് എന്നതാണ് പുടിൻ അറിയിച്ചിരിക്കുന്നത്. മെയ് 9 വിജയ ദിവസത്തിനോടനുബന്ധിച്ച് തന്നെ താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനവും പുടിൻ ഇവിടെ സൂചിപ്പിച്ചപ്പോൾ ഈ നിർദ്ദേശത്തെ ട്രംപ് പിന്തുണയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ ദിശാബോധം നൽകുവാനുള്ള നിർണായക ചർച്ചയായി തന്നെ ഇതിനെ വിലയിരുത്തുന്നതായും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.